ഇന്ന് നമുക്ക് നോക്കാം. കുറേ നാൾ മുന്നേ ഞാൻ ഈ റീഡിങ് നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ. പക്ഷേ ഹ്യൂമൻ എനർജീസാണ് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോക്കുന്നത്. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് നാളായിരിക്കാം, അല്ലെങ്കിൽ ന്യൂലി കണക്റ്റഡ് ആയതായിരിക്കാം, എന്ത് തന്നെ ആവട്ടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് അവരുടെ ലൈഫിൽ തരുന്ന ആ ഒരു സ്ഥാനമുണ്ടല്ലോ, വാല്യൂ, വില, എത്രത്തോളം അവർ നിങ്ങളെ വില കൽപ്പിക്കുന്നുണ്ട്, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തരുന്ന സ്ഥാനം എന്താണ് എന്ന് നമുക്ക് നോക്കിയാലോ. എത്രത്തോളം വില വയ്ക്കുന്നുണ്ട് നിങ്ങൾ അവരെ വിട്ടുപോയാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി എന്നൊന്ന് നോക്കിയാലോ നമുക്ക്. കുറേ നാളായി അത് നോക്കിയിട്ട്. കുറേ നാൾ മുന്നേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കിയൊന്ന് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് കേട്ടോ. ന്യൂട്രലായിട്ട് നിന്ന് മാത്രം റീഡിങ് കേൾക്കുക. ഓക്കെ. അതേപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം. ഓക്കെ. തിരക്ക് ഇത്തിരി കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ, സോ ഐ എം അവൈലബിൾ. ഓക്കെ. അങ്ങനെ ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് ഇവർക്ക് വളരെയധികം സ്നേഹമാണ്. ആ വ്യക്തി എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ ലൈഫിൽ കൊടുക്കുന്ന വില എത്രത്തോളമാണ്, സ്ഥാനം എത്രത്തോളമാണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എന്തെങ്കിലും വില അവർക്കുണ്ടോ അവരുടെ ലൈഫിൽ? ഹൗ ഡു ദേ വാല്യൂ ദം? അവരില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുമോ? എന്താണ് അവർ എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന സ്ഥാനം അവരുടെ ലൈഫിൽ എന്നൊന്ന് കാണിച്ചു തരും. ഒരു ഷഫ്ലിങ് കൂടി കേട്ടോ. അങ്ങനെ എടുക്കാൻ പറ്റില്ല, എല്ലാ കാർഡും കൂടി വീണു. ഒരു ഷഫ്ലും കൂടി വേണ്ടി വരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ എൻ്റെ വ്യൂവേഴ്സിനുള്ള വില എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എടുക്കാം. ലവേഴ്സ്, വാവ്. 6 of Pentacles, 3 of Cups, shit. 4 of Pentacles, very good. Death, rebirth, 7 of Wands, 6 of Wands, 3 of Wands, Page of Pentacles, 7 of Pentacles, Knight of Cups, Strength, 3 of Pentacles, bottom. Okay. ആദ്യമായിട്ട് എന്താണ്, നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ. അതുകൊണ്ട് തീർച്ചയായും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തിക്ക് മറ്റൊരാളുടെ ലൈഫിൽ എത്രത്തോളം സ്ഥാനം ഉണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അവർ നിങ്ങളെ ഏറ്റവും ഹൃദയത്തോട് അടക്കി പിടിക്കാനാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അവർക്ക് നിങ്ങളെ കണ്ട മാത്രയിൽ തോന്നിയിരുന്നു ഇവരെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഫീലിംഗ് നമുക്ക് വരില്ലേ? എന്തുകൊണ്ടാണ് അത് വരുന്നത്? അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്കിവരെ പണ്ട് മുതലേ അറിയാം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇൻറ്റ്യൂഷൻസ് വർക്കാവുണ്ടാവും പരസ്പരം, അങ്ങനെയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഒരാളുടെ റെസ്പോൺസിബിലിറ്റി മറ്റൊരാൾ എപ്പോഴാണ് ഏറ്റെടുക്കാൻ തയ്യാറാവുക? അവർ നിങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന സമയത്താണ്, അല്ലേ? ഒരു കുടുംബമാവുമ്പോഴാണ് അവർ നിങ്ങളുടെ സ്നേഹം കൈപ്പറ്റാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത് കേട്ടോ. അവർ നിങ്ങളെ അവരുടെ ലൈഫിലെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുമായിട്ടും കൂടിയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ ലോകത്തില്ല. ഓക്കെ. എന്ത് കാര്യവും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും. അവർ പ്രശ്നങ്ങളിലാണെങ്കിൽ അവർ തുറന്ന് പറയും. നിങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. ഓക്കെ. അതേപോലെ പ്രൊട്ടക്റ്റീവാണ് നിങ്ങളെ പറ്റിയിട്ട്. നിങ്ങളെ പൊതിഞ്ഞു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് കേട്ടോ. അതുപോലെ ഭാവിയിലേക്ക് നിങ്ങൾക്കായി സേവിങ്സിനെ പറ്റിയിട്ടൊക്കെ അവർ ചിന്തിക്കേണ്ട. പൈസ സേവ് ചെയ്ത് വെക്കണം, കാരണം നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ലൈഫ് തരണം. അതിനുവേണ്ടി ഭാവിയിലേക്ക് സ്വരുകൂട്ടി വെക്കണം. അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഏറ്റവും സുരക്ഷിതമായിട്ട് നോക്കാൻ സാധിക്കണം. അങ്ങനെയെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു കരുതലുള്ളപ്പോഴല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക, അല്ലേ?
അതേപോലെ സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാട് വന്നാലും ആ കഷ്ടപ്പാടൊന്നും നിങ്ങളെ അടുക്കാതെ തടഞ്ഞു നിർത്തി അതിന് നിങ്ങൾക്കൊരു നല്ല ബിഗിനിങ് തരണം, അങ്ങനെയും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, മറ്റൊരാളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യവും ഇവർ സൃഷ്ടിക്കില്ല എന്നർത്ഥം. ഓക്കെ, എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് കരുതലായിട്ട് കൂടെ നിൽക്കണം. നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് സഹായമായിട്ട് താങ്ങും തണലുമായിട്ട് കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവർ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരാൾ മറ്റൊരാളെക്കുറിച്ച് വളരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനകളൊക്കെ പറയുക, അല്ലേ? ഇപ്പോൾ അമ്പലത്തിലായാലും പള്ളിയിലായാലും ചെന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന ആർക്ക് വേണ്ടിയാണോ നമ്മുടെ മനസ്സിൽ വരുന്നത്, അവർ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾ അവർക്ക് അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് തന്നെ കാണുന്നു. ഇവർ 1000 മൈൽ അകലെയാണെങ്കിലും അവരുടെ ഊണിലും ഉറക്കത്തിലും അവർ ഉണർന്ന് എണീക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ചിന്തയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, ദൂരെ ഇരുന്നുകൊണ്ട് ഉരുക എന്നൊക്കെ പറയില്ലേ, അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല, വിചാരിച്ച സ്പീഡിൽ എത്താൻ സാധിക്കുന്നില്ല, ദൂരെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഉരുകുന്ന ഒരു മനസ്സാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നും കാണുന്നു. ഓക്കെ, അതേപോലെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള അപ്ഡേറ്റ്സും ഇവർ കൃത്യമായിട്ട് സൂക്ഷിക്കാറുണ്ട്. ഓക്കെ, അത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയാലും നിങ്ങളുടെ പിക്ചേഴ്സ് ആയാലും നിങ്ങളുടെ വേറെ ബോട്ട്സ് അവരുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുക. അതേപോലെ നിങ്ങൾ സേഫാണല്ലോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ദൂരെ ആണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റ്സ് അവർ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് എന്ത് ലെവലിലുള്ള ഒരു എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത് കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിർത്താനും ചേർത്ത് നിർത്താനും അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ തെറ്റുകളാണെങ്കിൽ അവർക്ക് ക്ഷമ ചോദിക്കാനും മടിയില്ല. ഓക്കെ, നിങ്ങളൊന്ന് പിണങ്ങി നിന്നാലൊന്നും അവർക്ക് പറ്റില്ല. ഓക്കെ, എന്നാൽ ഒരു ദിവസം പിണങ്ങി നിന്നാൽ മാക്സിമം അതിൻ്റെ ഇടയിൽ വന്ന് നിങ്ങളെ സമാധാനിപ്പിച്ച് കാര്യങ്ങൾ സോൾവാക്കി ഒരു ചോക്ലേറ്റൊക്കെ തന്ന് എല്ലാം സമാധാനപ്പെടുത്താൻ അവർ ശ്രമിക്കും. ഓക്കെ, കാര്യങ്ങൾ എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷനിലുണ്ടെങ്കിലും ക്ഷമയോടെ ഡീൽ ചെയ്ത് അതിനൊരു ഒരു പരിഹാരം കാണാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ പകുതിക്ക് ഇട്ടിട്ട് പോകാൻ അവർക്ക് ആഗ്രഹമില്ല എന്നർത്ഥം. നിങ്ങളുടെ റിലേഷൻ ഒരറ്റം എത്തിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. തേർഡ് പാർട്ടി ഒരു പക്ഷേ മാതാപിതാക്കളുടെ എതിർപ്പായിരിക്കാം, അവരുടെ സോഷ്യൽ ഇമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു സ്പൗസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കാം. അതെല്ലാ സിറ്റുവേഷനും ഉണ്ട്, പലർക്കും ഉണ്ട്. ഓക്കെ, പക്ഷേ ആ സിറ്റുവേഷൻ എല്ലാം വകതിരിവോടെ കൈകാര്യം ചെയ്തു പോകാൻ അവർ ശ്രമിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കുറച്ച് കാർഡ്സ് ഡെവിൾ നിങ്ങൾക്കായിട്ടൊരു എന്താ പറയുക, ഒരു അജ്ഞാതമായിട്ടൊരു ഒരു മാഗ്നറ്റിക് പുള്ളാണ് അവർ ഫീൽ ചെയ്യുന്നത്. അവർക്ക് തന്നെ മനസ്സിലാവാറില്ല അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടുപോകുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്തത് എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ഓക്കെ, എത്ര മാറി നിൽക്കാൻ ശ്രമിച്ചാൽ, എത്ര ദൂരെ മാറി നിൽക്കാൻ ശ്രമിച്ചാൽ അവർക്കത് സാധിക്കാറില്ല. അവരുടെ മനസ്സ് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണ് കേട്ടോ. ആ റെസ്പോൺസിബിലിറ്റീസിൻ്റെ കൂടെ അവർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയായിട്ടാണ് അവർ സ്വയം കാണുന്നത് ഇപ്പം തന്നെ. ഓക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കണം, നിങ്ങളെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കണം. ആരെങ്കിലും നിങ്ങളെ എതിർത്ത് നിങ്ങളെപ്പറ്റി എന്തെങ്കിലും മോശം അഭിപ്രായം പറഞ്ഞാലൊന്നും ഇവർക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല, ഇവർ ഉടനെ പ്രതികരിക്കും. ഓക്കെ, നിങ്ങളെ പ്രതി വല്ലാത്തൊരു പ്രൊട്ടക്റ്റീവ്നെസ്സാണ് അവർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരു കുടുംബ നായകൻ കുടുംബ നായിക എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി നിങ്ങളൊന്ന് പിണങ്ങി നിന്നാൽ തന്നെ എത്രയും വേഗം അത് സോൾവാക്കി സംസാരിക്കാൻ ഇവർ ശ്രമിക്കും എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ്, ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ. കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയർ, സ്നേഹം ഒന്നും ഇവർക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ
നിങ്ങൾക്ക് ഇവരുടെ ലൈഫിൽ ഒരു റീപ്ലേസ്മെൻറ്റേ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് അവർ നിങ്ങളെയാണ് കാണുന്നത്. അവരുടെ ലൈഫ് പാർട്ട്ണറുടെ സ്ഥാനത്ത് അവർ നിങ്ങളെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്വഭാവമാവട്ടെ, നിങ്ങളെ കാണാനാവട്ടെ, അത് ഇവരുടെ മനസ്സിൽ 24 മണിക്കൂറും നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വല്ലാതെ മിസ്സ് ചെയ്യുന്നു. ഓക്കെ, മിസ്സിങ് എനർജിയാണ്, ഉറക്കമില്ലായ്മയാണ്. ഓക്കെ, എപ്പോഴാണ് നിങ്ങളെ ഒന്ന് കാണാൻ സാധിക്കുക, എപ്പോഴാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം, ഒരു ലൈഫിൻ്റെ ന്യൂ ബിഗിനിങ് എല്ലാം തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും ലക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും ഇവർ കരുതുന്നുണ്ട് കേട്ടോ. പല പുതിയ തുടക്കങ്ങളും ഇവർക്ക് ലൈഫിൽ വന്നത് നിങ്ങൾ അവരുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയതിനു ശേഷമാണ് എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മിസ്സിങ് എനർജി വളരെയധികം ഉള്ളതായിട്ട് വീണ്ടും കാണുന്നു. ഓക്കെ, നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ദൂരദേശത്തൊക്കെ ആണെങ്കിൽ വല്ലാത്തൊരു മിസ്സിങ് എനർജിയാണ് അവർ നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, റൊമാൻറ്റിക് ബിഗിനിങ്, നിങ്ങളുമായിട്ട് എന്നും റൊമാൻറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കണം, ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഓക്കെ, കോൾ, മെസ്സേജസ് എല്ലാം തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങളെ വിളിക്കുമ്പോൾ എന്ത് പറയണം, എന്താണ് സംസാരിക്കേണ്ടത്, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം ലൈഫ് ലോങ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കേട്ടത് വെച്ചിട്ട് നിങ്ങൾ പറയും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ലൈഫിൽ വില വയ്ക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾ അവരുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണോ അല്ലയോ? ആണ്, ഉറപ്പായിട്ടും അല്ലേ. ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ, അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യും, നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.